ഹായ് ഫ്രണ്ട്സ്, ചെറിയൊരു വീഡിയോ ചെയ്യാം. പഠിക്കാനായിട്ട് ഒരു 3-4 സ്റ്റോക്കിൻ്റെ ചാർട്ടുകൾ ഷെയർ ചെയ്യാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് മാത്രം നിങ്ങൾ അഡ്വൈസ് സ്വീകരിക്കുക. ചാനലിലൂടെ പറയുന്നത് എൻ്റെ വ്യൂസാണ്, എൻ്റെ സ്റ്റഡി രീതികളാണ്. അപ്പോൾ അതൊന്നും ആരും ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യരുത്. നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ സ്വയം പഠിച്ച് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രമിക്കുക. അതാണ് നമുക്ക് ആരോഗ്യത്തിന് നല്ലത്. അങ്ങനെയാണ് വേണ്ടത്. ഓക്കെ. അപ്പോൾ പട്ടേൽ ഇൻ്റഗ്രേറ്റഡ് ലോജിസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോക്ക്, അതിൽ ഈ അടുത്തല്ല, കുറച്ച് മാസങ്ങളായിട്ട് വരുന്ന ആ ഒരു സ്പൈക്ക്, വോളിയത്തിലുണ്ടാവുന്ന സ്പൈക്ക്, ഞാൻ വിചാരിക്കണു ഇതിൻ്റെ ഒരു ചാനൽ, അതായത് ആ ഒരു നെഗറ്റീവായിട്ടുള്ള ആ ഒരു ഇറക്കം കഴിഞ്ഞ് അത് കയറ്റത്തിൻ്റെ പാതയിലേക്കാണെന്ന് വിചാരിക്കുന്നു. ലോജിസ്റ്റിക് സെക്ടറിലൊക്കെ എന്താ നടക്കണമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അവരുടെ എക്സ്പെൻസ് റേഷ്യോ കൂടുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ കാരണം സ്ട്രഗിൾ ചെയ്യാണ്. ഇപ്പോൾ ഓൾ കാർഗോ, പിന്നെ അതുപോലെ തന്നെ VRL ലോജിസ്റ്റിക്, അതൊക്കെ എത്ര മുകളിലുണ്ടായിരുന്നൊക്കെ താഴെ വന്നതെന്നൊക്കെ അറിയാം, സെല്ലിംഗ് പ്രഷർ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ആക്ഷനും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ മന്ത്ലി ചാർട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഏകദേശം ഇപ്പോൾ 2450 റേഞ്ചിലാണ്. അപ്പോൾ ഇതൊരു അതിൻ്റെ 100 EMA വരുന്നത് 1789 റേഞ്ചിലാണ്. അവിടുന്ന് ഒരു ഡോജി ക്യാൻഡിൽ വന്ന് പിന്നെ അടുത്ത ക്യാൻഡിൽ ഫോം ചെയ്തു. പിന്നെ ഏകദേശം ഒരു 22 20ലൊക്കെ 22ലൊക്കെ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൈസ് ആ ഒരു റേഞ്ചിൽ ഇന്ന് 10% ലാസ്റ്റ് ഡേ മുകളിലേക്ക് കയറിപ്പോയത്. ഇപ്പോൾ ഡെയിലി ഫ്രെയിം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, അത് ഏകദേശം ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത വോളിയത്തോട് കൂടിയിട്ട് ഈ 100 EMA ഡെയിലി ഇതിൽ ക്രോസ് ചെയ്തിട്ടുള്ളത് കാണാം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വീക്കിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ കാണാം, അത്യാവശ്യം ഹെൽത്തി ആയിട്ട് വോളിയത്തോട് കൂടിയിട്ട് ഒരു ബോഡി കൂടുതലായിട്ടുള്ള ഒരു ഡോജി പാറ്റേൺ ആ ഒരു ക്യാൻഡിലാണ് ഫോം ചെയ്തേക്കുന്നത്. ഏകദേശം 50-ൽ നിന്ന് തിരിച്ച് RSI സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ റിസൾട്ടുകളും കാര്യങ്ങളൊക്കെ അടുത്ത ക്വാർട്ടറിലത്തൊക്കെ വരുന്നതോട് കൂടിയിട്ട് ഏകദേശം ഈ റേഞ്ചൊക്കെ ബ്രേക്ക് ചെയ്തതിന് ശേഷം അത് മുകളിലേക്ക് പോകാൻ സാധ്യത. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ പ്രൈസ് ആക്ഷനും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് നിങ്ങൾ വരച്ച് പഠിക്കുക. ഏകദേശം ആ ട്രെൻഡിൻ്റെ ആ ഒരു വര പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ സ്റ്റോക്കാണ്, അതിൻ്റേതായിട്ടുള്ള ഫണ്ടമെൻ്റൽസോ കാര്യങ്ങളൊക്കെയാണ് അതിലുണ്ടാവുള്ളൂ. അത് ഇമ്പ്രൂവ് ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഈ ഒരു സ്റ്റോക്കൊക്കെ നമ്മൾ സെലക്റ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഫണ്ടമെൻ്റൽസ്, അതിൻ്റെ ബിസിനസ് മോഡൽസ്, പിന്നെ ആരൊക്കെയാണ് അതിൽ കോമ്പറ്റേറ്റ് ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി പഠിക്കുക. നിങ്ങൾ സ്വയം അതൊക്കെ പഠിക്കുക. പട്ടേൽ എഞ്ചിനീയറിംഗ് ഇതേപോലെ തന്നെ ഉള്ളൊരു സ്റ്റോക്കാണ്. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു മന്ത്ലി ഞാൻ ഷെയർ ചെയ്യാം. ഏകദേശം ഞാൻ എൻ്റെ ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടായിരുന്ന സമയത്ത് 25 രൂപ റേഞ്ചിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. അത് ഏകദേശം നല്ല പ്രോഫിറ്റ് കിട്ടി. ഇപ്പോൾ ഒരു സ്ഥലത്ത് അത് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട് ഏകദേശം 50-55 റേഞ്ചിൽ. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ വീണ്ടും ഞാൻ വരച്ച് കാണിക്കാം. അതിൻ്റെ ആ ഒരു ഇതിലുണ്ടാവണ മാർക്കർ വന്നില്ല. ഓക്കെ, സ്പൈക്ക് കണ്ടില്ലേ? അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ബേസ് ഉള്ളത് ഏകദേശം 100 EMA അവിടെ. അപ്പോൾ ഞാനത് സൂം ചെയ്ത് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, സൂം ചെയ്ത് ഞാൻ കാണിച്ചു തരാം. 100 EMA മൾട്ടിപ്പിൾ ടൈംസ് അവൻ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ട ഏകദേശം ഇവിടെ വരിക്കുമ്പോൾ 51 റേഞ്ചിലാണ് അത് ടെസ്റ്റ് ചെയ്യണത്. ഞാൻ ഏകദേശം അത് ഒരു 20 സംതിങ് റേഞ്ചിൽ, ഈ റേഞ്ചിൽ പറഞ്ഞിട്ട് അത് കട്ട് ചെയ്ത് പോയിട്ടാണ് ഏകദേശം 78-80 വരെയൊക്കെ എത്തിയത്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് പോയതല്ല, അതിൻ്റെ ഫണ്ടമെൻ്റൽസിൽ ചേഞ്ചസ് വന്നുകൊണ്ട് പോയതാണ്. അത് ഞാൻ പ്രത്യേകം പറയാം. പിന്നെ ഏകദേശം കാണാം നിങ്ങൾക്ക് ഇതിൻ്റെ എത്രയും വർഷത്തെ ഒരു കൺസോളിഡേഷൻ ഫേസ് ചെയ്യുന്നത്, ഒരു സ്പൈക്ക് വന്നിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ച് അതിൻ്റെ പ്ലാൻസ്, അതിൻ്റെ ഫണ്ടമെൻ്റൽസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കാനായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ചെറിയ 4000 കോടി 5000 കോടിയൊക്കെ ഉണ്ട് പട്ടേൽ എഞ്ചിനീയറിംഗ് കോടി ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കറ്റ് ക്യാപ്പ്, വാല്യുവേഷൻ, സ്റ്റോക്ക് പി ഒക്കെ നമുക്ക് അഫോർഡബിൾ ആണ്. പിന്നെ ബുക്ക് വാല്യൂ ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ഓക്കെ ആണ്. അതൊക്കെ ഡെറ്റ് ടു ഇക്വിറ്റി 1 താഴെയാണ്. അപ്പോൾ ഫ്രീ ക്യാഷ് ഫ്ലോ ഒക്കെ അതിൻ്റെ ലാസ്റ്റ് 3 years ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഇതിൻ്റെ ഫണ്ടമെൻ്റൽസിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് ആ പ്രൈസിന് മുന്നേ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഏകദേശം അതിൻ്റെ ഒരു ഹൈ ഡെറ്റ് കമ്പനി ആയിരുന്നു. അത് കുറച്ച് കൊടുന്നിട്ട് ഏകദേശം 23ലൊക്കെ അങ്ങനെ കുറച്ച് വന്നപ്പോഴാണ് പിന്നെ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് അവൻ മുകളിലേക്കൊക്കെ കയറാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ പിന്നെ ക്യാഷ് ഫ്ലോ നോക്കുക, കണ്ടിന്യൂസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് വരുന്നത്, പിന്നെ അത് പോസിറ്റീവായിട്ട് മാറുന്നത്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഇങ്ങനത്തെ ഫണ്ടമെൻ്റൽസൊക്കെ ചേഞ്ചസ് നമുക്ക് ചെറുപ്പത്തിൽ തന്നെ ഇതിൻ്റെ സ്റ്റോക്കുകളിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചുള്ള, കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ
ഇതേപോലെ തന്നെ സോഫ്റ്റ്വെയർ കമ്പനികൾ, പിന്നെ അതുപോലെ തന്നെ ഇതേപോലത്തെ ബാങ്ക് സെക്ടർ, പിന്നെ അതുപോലെ തന്നെ ഈ കൺസ്ട്രക്ഷൻ, ഇങ്ങനെ ഇതിലേക്ക് ഫാർമ, ഇതിലേക്കൊക്കെ ഫണ്ട് വരും എന്നാണ് വിദഗ്ധർ പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ആക്ഷനും കാര്യങ്ങളൊക്കെ എടുക്കുക എന്നാണ് പറയാനുള്ളത്. പിന്നെ ഞാൻ മുന്നേ ഒരു സ്റ്റോക്ക് കഴിഞ്ഞ അത് അധികം വ്യൂസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ട അതും എനിക്ക് ഒരുപാട് പ്രോഫിറ്റ് തന്നിട്ടുള്ള ഒരു ഇതാണ് റിക്കോ ഓട്ടോ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ചാനലിൽ പണ്ടുണ്ടായിരുന്ന ആൾക്കാർക്ക് അറിയായിരിക്കാം. അത് ഏകദേശം ഞാനതൊരു 100 സംതിങ്ങിൽ പറഞ്ഞിട്ട് താഴ്ന്ന് വന്ന് എൻ്റെ 1 CR പ്രോജക്റ്റിന് 86 വരെ എത്തി. പിന്നെ അവിടെ നിന്ന് നേരെ തിരിച്ച് പോയിട്ടുള്ളത് 157 ലെവലിലാണ്. ഒക്കെ പ്രോഫിറ്റ് എനിക്ക് തന്നിട്ടുണ്ട്. അതിനുശേഷം റീടെസ്റ്റ് മൾട്ടിപ്പിൾ മന്തായിട്ട് അത് ഏകദേശം ഒരു 113 110 റേഞ്ചിലൊക്കെ ടെസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഏകദേശം ആ ഒരു 110 റേഞ്ചാണ് അതിൻ്റെ ബെസ്റ്റ് പ്രൈസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിലെത്തുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ അതിൻ്റെ മൾട്ടി ഇയർ ബ്രേക്കൗട്ട് ഏകദേശം 2005 കാലഘട്ടത്തിലാണ് ഇത് അതിൻ്റെ ആ ഒരു പ്രൈസ് ടച്ച് ചെയ്തത്. പിന്നെ വീണ്ടും ടച്ച് ചെയ്തത് ഏകദേശം 2017 പിന്നെ വീണ്ടും സെല്ലിംഗ് പ്രഷർ, പിന്നെ വീണ്ടും അതൊരു ബ്രേക്കൗട്ട് നല്ല വോളിയത്തോടു കൂടി ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ സ്റ്റോക്കുകളൊക്കെ ഞാൻ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് നല്ല റിട്ടേൺ തരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫണ്ടമെൻ്റൽസ് പഠിച്ച് ഇതിൻ്റെ ടെക്നിക്കൽസും സാധ്യതകളൊക്കെ നിങ്ങൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ, റിക്കോട്ടോ ഏകദേശം 1500 കോടി മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബുക്ക് വാല്യൂ മോശമില്ല. ഇപ്പോൾ 2.5 ടൈംസ് ഒക്കെ ഉള്ള വലിയ കുഴപ്പമില്ല. ഫ്രീ ക്യാഷ് ഫ്ലോ ഓക്കെയാണ്. പിന്നെ നിങ്ങൾ ഡെറ്റ് കുറച്ച് കൂടുതലുള്ള കമ്പനിയാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ടൊക്കെ അതിനനുസരിച്ചുള്ള പൊസിഷൻ കാര്യങ്ങൾ, പ്ലാൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അത് തയ്യാറാക്കുക. അതാണ് അതിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ. അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി കഴിഞ്ഞാൽ കാണാം കണ്ടിന്യൂസ് സെയിൽസിലൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ പ്രോഫിറ്റിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ, ഒരു നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കൊക്കെ ആക്കിയിട്ട് അവർ തുടർന്ന് അങ്ങനെ വരുന്നത്. അതൊക്കെ ഒരു സ്റ്റോക്കിനെ സഹായിക്കും മുന്നോട്ട് പോകാനായിട്ട്. ക്യാഷ് ഫ്ലോ നോക്കി കഴിഞ്ഞാൽ കാണാം അത്യാവശ്യം ലാസ്റ്റ് 2-3 ഇയർ ആയിട്ട് നല്ല ഇതായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഒരു പ്രൈസ് ആക്ഷനും കൂടിയും ഉള്ള സ്റ്റോക്കുകൾ ഒരുപാടുണ്ട്. പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് സ്റ്റോക്കുകൾ ഉണ്ട്. പക്ഷേ അത് എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് ടൈം വ്യൂസൊക്കെ ഇതാവുമല്ലോ. അപ്പോൾ അത് കാരണം ഇതും അതേപോലെ തന്നെ അത്യാവശ്യം വാല്യുവേഷനുള്ള ഒരു പ്രൈസ് ആക്ഷനോട് കൂടിയ ഒരു ഇതാണ് അഡ്രോയിഡ് ഇൻഫോടെക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഇതേപോലെ ഒരുപാടുണ്ട് ചെറിയ സ്റ്റോക്കുകൾ അങ്ങനെ പഠിച്ച് അങ്ങനെ വരുന്നത് മാത്രം. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കണ്ടില്ലേ RSIയുടെ സ്ട്രെങ്ത്, പ്രൈസ് ആക്ഷൻ ഫോം ചെയ്യണത്. ഇതിൻ്റെ ബൈയിങ് പ്രഷർ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 3 മാസത്തെ ചാർട്ട്, അത് ഇതിലല്ല, അത് ലോജിസ്റ്റിക്കിൻ്റെ ഇതിൻ്റെ എന്നാലും കാണാം നിങ്ങൾക്ക്. ഏകദേശം കണ്ടില്ലേ ഒരു വീക്കിൽ തന്നെ ഇടാം. ഓക്കെ, ഒരു പ്രൈസ് ആക്ഷൻ ഫോം ചെയ്യണത്. പിന്നെ അതേപോലെ തന്നെ സാധാരണ വിട്ടിട്ടുള്ള വോളിയം കൂടി വരുന്നത്. അപ്പോൾ ഇതൊക്കെ കാണാം. ഒരു പ്രൈസ് ആക്ഷനാണ്. ഇതിൻ്റെ ബെസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 16 ആ റേഞ്ചിൽ തന്നെയായിരുന്നു. അവിടെ തട്ടിയിട്ടാണ് ഇത് മുകളിലേക്ക് പോയത്. അറിയില്ല ഇനി ആ ഒരു റേഞ്ച് വരുമോ അല്ലെങ്കിൽ അതിനും താഴെ പോകുമെന്ന് അറിയില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഡോജി ക്യാൻഡിൽ ഫോം ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ ചെറിയ സ്റ്റോക്കുകളാണ്, അതിൻ്റേതായിട്ടുള്ള റിസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് വേണം ആക്ഷൻ എടുക്കാനായിട്ട്. വെറുതെ ഇതാക്കണം. ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ ഷെയർ ചെയ്യണമെന്ന് മാത്രം, ജസ്റ്റ് എൻ്റെ ഒരു താല്പര്യപ്രകാരം. അപ്പോൾ അതൊക്കെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൻ്റെ ബാലൻസ് ഷീറ്റ് കാര്യങ്ങളൊക്കെ നോക്കുക. ഈ നെഗറ്റീവ് റിസർവ് സർപ്ലസ് ചെയ്യുന്ന അവർ പോസിറ്റീവിലേക്ക് ജമ്പ് ചെയ്തു. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു ടേൺ അറൗണ്ട് ആയിട്ട് കാണാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കുക. എങ്ങനെയാണ് സെയിൽസിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, ചെറിയ ഇതിന്ന് ലാസ്റ്റ് 2 years ആയിട്ട് മാറിയത്, EPS ഗ്രോ ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങളെ സഹായിക്കും ഇങ്ങനത്തെ ഓരോന്ന് കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു 4 സ്റ്റോക്കിൻ്റെ നിങ്ങൾ പഠിക്കുക, പ്രൈസ് ആക്ഷനും കാര്യങ്ങളൊക്കെ പഠിക്കുക. മറ്റുള്ള സ്റ്റോക്കുകളൊക്കെ പഠിക്കാനും കാര്യങ്ങളൊക്കെ ശ്രമിക്കുക. കുറേ ഉണ്ട്, ഇൻഡൻസ് ടെക്നോളജി, പിന്നെ അങ്ങനത്തെ കുറേ ഉണ്ട്, ഇഷ്ടംപോലെ സ്റ്റോക്കുകളുണ്ട്. പക്ഷെ അതൊക്കെ എല്ലാം ഇതായിട്ട് വരുമ്പോൾ ഒരുപാട് സമയം എടുക്കും. കണ്ടില്ലേ, ഇതൊക്കെ അടിപൊളിയാണ്. ഇതിൻ്റെ ചാർട്ട് കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണ്. കണ്ടില്ലേ, ഒരു ഇതൊക്കെ വരുന്നുണ്ട്, പ്രൈസ് ആക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുക, നിങ്ങൾ പഠിക്കുക, സ്വയം പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.